ഡിഗ്രി പ്രിലിംസിന്റെ 3 ഫേസുകളുടെ ഡേറ്റും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഫേസ് നടക്കാൻ പോകുന്നത് മെയ് മാസം 2-ാം തീയതിയും, രണ്ടാം ഫേസ് മെയ് മാസം 16-ാം തീയതിയും, മൂന്നാം ഫേസ് ജൂൺ മാസവുമാണ്. മിക്കവാറും ജൂൺ മാസത്തെ ആദ്യ ആഴ്ചയിൽ തന്നെ മൂന്നാമത്തെ ഫേസ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ ഒരു പ്രശ്നമുള്ളത്, ഒന്നാം ഫേസ് എഴുതുന്ന കുട്ടികൾ, അതായത് ഏതാണ്ട് ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വെച്ചുകൊണ്ടാണ് പറയുന്നത് എങ്കിൽ ഏതാണ്ട് 3,95,000 ആളുകളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൽ എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ഡേറ്റ വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഏതാണ്ട് ഒരു 3 ലക്ഷത്തിനടുത്ത് ആളുകൾ പരീക്ഷ എഴുതുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 3 ലക്ഷത്തിനടുത്ത് എല്ലാ പരീക്ഷകളും 21ഓളം പ്രിലിംസ് ആണ്. അതെല്ലാം കൂടി ചേർത്താൽ ഏതാണ്ട് ഒരു 5 ലക്ഷം ആളുകളായിരിക്കും ഡിഗ്രി പ്രിലിമിനറി എക്സാം എഴുതാനായിട്ട് പോകുന്നത്. ഈ 5 ലക്ഷം ആളുകളെ ഓരോ ഫേസിലായിട്ട് 3 ഫേസിലായിട്ട് തിരിക്കുകയാണെങ്കിൽ ഒരു ഫേസിൽ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് ഏതാണ്ട് 1.5 ലക്ഷം ആളുകളോളം ആയിരിക്കും. ഓക്കെ, 1.5 ലക്ഷം ആളുകളോളം ഒരു ഫേസിൽ, 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും അടുത്ത ആളുകളായിരിക്കും ഒരു ഫേസിൽ പരീക്ഷ എഴുതുക. അതായത് ഒന്നാം ഫേസിൽ പരീക്ഷ എഴുതാനായിട്ട് സാധ്യതയുള്ളത് 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ ആളുകളാണ്. ഓക്കെ, അത്രയും പേര് ഒന്നാം ഫേസ് പരീക്ഷ എഴുതും. ഇവിടെ ഒന്നാം ഫേസിൽ ഈ 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ആളുകൾക്ക് പഠിക്കാനായിട്ട് ഇനിയുള്ള സമയം 40 ദിവസമാണ്. 40 ദിവസമാണ് സമയം. ഓക്കെ, 40 ദിവസമാണ് സമയം. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ വീണ്ടും സമയം കൂടുതൽ ലഭിക്കും. മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ വീണ്ടും സമയം കൂടുതൽ ലഭിക്കും. ആ മൂന്നാം ഘട്ടത്തിലെ കുട്ടികളിലേക്ക് എത്തുമ്പോൾ അവർക്ക് കുറെ കൂടി സമയമെടുത്ത് കഴിഞ്ഞ 2 ഫേസുകളെയും അനലൈസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ടുള്ള സമയം കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത. ഇതിനെ ഒന്നുകൂടി റിഫൈൻ ചെയ്ത് എല്ലാ ആഴ്ചയിലും കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷ നടത്തിയിരുന്നുവെങ്കിൽ, എല്ലാ ശനിയാഴ്ചകളിലുമായി പരീക്ഷ നടത്തിയിരുന്നുവെങ്കിൽ കുറെ കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് ആ അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. കാരണം ഇത് അറിയാണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യ ഘട്ടത്തിലുള്ള, ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് അറിയില്ല, നിങ്ങൾ എല്ലാവരും ഇപ്പോ 40 ദിവസമേ നിങ്ങളുടെ മുൻപിൽ ഉള്ളൂ എന്ന ധാരണയിൽ പഠിച്ചു പോവുകയാണ് വേണ്ടത്. സെക്കൻഡ് ഫേസോ തേർഡ് ഫേസോ ഒക്കെ ആയിക്കോട്ടെ, എന്നാലും നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ ഒന്നാം ഫേസിലായിരിക്കും പരീക്ഷ എഴുതുന്നത്, എനിക്ക് 40 ദിവസം കൂടി മാത്രമേ ഇനി പ്രിപ്പറേഷൻ ഉള്ളൂ എന്ന ധാരണയിൽ നിങ്ങൾ പഠിക്കണം. ഹോൾ ടിക്കറ്റ് പരീക്ഷയ്ക്ക് 10-12 ദിവസം മുന്നേ വരികയുള്ളൂ. അതായത് ഏതാണ്ട് ഏപ്രിൽ മാസത്തിന്റെ അവസാനത്തോടു കൂടി മാത്രമേ നമുക്കറിയൂ നമ്മൾ ഏത് ഫേസ് പരീക്ഷയാണ് എഴുതാൻ പോകുന്നത് എന്ന്. പക്ഷെ നിങ്ങൾ ഇപ്പോഴേ ഒരു 40 ദിവസം കൗണ്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് റിവിഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തങ്ങ് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാം ഘട്ടം എഴുതാൻ പോകുന്ന കുട്ടികളോട് ഇവിടെ മൂന്നാം ഘട്ടമോ രണ്ടാം ഘട്ടമോ ആയി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു അനീതി നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറെ കൂടി നന്നായി പരീക്ഷകൾ നടത്തേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. അപ്പൊ ഇനിയുള്ള സമയം എങ്ങനെയാണ് ഈ ഒന്നാം ഘട്ടക്കാർ പഠിക്കേണ്ടത്? അവർക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ടോ? അതായത് കൃത്യമായി നോർമലൈസേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പണി കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം എല്ലാ 3 ഘട്ടങ്ങളിലെയും ചോദ്യ പേപ്പറുകളുടെ നിലവാരം മനസ്സിലാക്കി അതനുസരിച്ച് ഒരു നോർമലൈസേഷൻ, ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷെ കേരള PSCയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നോർമലൈസേഷൻ പാറ്റേൺ വളരെ മോശമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 3 ഘട്ടത്തിൽ 3 വ്യത്യസ്ത നിലവാരങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ പരീക്ഷകളൊക്കെ നോക്കിയാൽ ഒരു ഘട്ടം നന്നായി എളുപ്പമാക്കിയാൽ അടുത്ത ഘട്ടം നന്നായി പ്രയാസമാക്കുന്ന രീതിയിലുള്ള ചില പ്രതിഭാസങ്ങളൊക്കെ PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. ഇത് തികച്ചും നിഷേധാത്മകമാണ്. കുട്ടികളോട് അനീതി കാണിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. ഒരു രീതിയിലും ആ ഒരു നിലപാടിനെ അംഗീകരിക്കുന്നുമില്ല. പക്ഷേ നമുക്ക് മറ്റൊരു സാധ്യതയില്ല. നമുക്ക് പഠിച്ചേ മതിയാവുകയുള്ളൂ, നമുക്ക് എക്സാം ക്രാക്ക് ചെയ്തേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടോണേ. മെയ് മാസം 2-ാം തീയതി പരീക്ഷ ഉണ്ടാകുന്നവർക്ക് 41 ദിവസം, ഇനി 41 ദിവസം പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കും. നിങ്ങൾ രണ്ടാം ഘട്ടമാണ് എഴുതുന്നതെങ്കിൽ മെയ് 16-നാണ് പരീക്ഷ, 55 ദിവസം കൂടെ കിട്ടും. എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ 45 to 55 14 ദിവസത്തെ പ്രിപ്പറേഷൻ കൂടുതലായിട്ട് അവർക്ക് ലഭിക്കുകയാണ്. ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് നോക്കിയേ. ജൂൺ മാസമാണ് പരീക്ഷ, ആദ്യ ആഴ്ചയിൽ ഉണ്ട് എന്ന് വിചാരിച്ചോ, 70 ദിവസം പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കുകയാണ്. 70 ദിവസത്തോളം അവർക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ലഭിക്കുകയാണ്. അതായത് വീണ്ടും ഒരു 14 ദിവസം കൂടി അവർക്ക് പ്രിപ്പറേഷൻ ലഭിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നാം ഘട്ടത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 28 ദിവസങ്ങൾ മൂന്നാം ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് 28 ദിവസങ്ങൾ കൂടി പ്രിപ്പറേഷന് കൂടെ ലഭിക്കുകയാണ്. തികച്ച അനീതിയാണ് അവിടെ സംഭവിക്കുക. ഒരേ നിലവാരമാണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. ഇത് പല നിലവാരത്തിൽ മൂന്നാം ഘട്ടക്കാർക്ക് എളുപ്പമാക്കി കൊടുക്കും. ആ രീതിയിലുള്ള സമീപനമാണ് PSCയിൽ നിന്നുണ്ടാവാറ്.
അപ്പൊ അതുകൊണ്ട് അതിലെന്തെങ്കിലും ചോദ്യ പേപ്പറുകൾ ഇടുമ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാകണം. ഈ വീഡിയോ നിങ്ങളുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന എല്ലാ കുട്ടികളിലേക്കും എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. പറ്റുന്നത്ര ലൈക്ക് ചെയ്യുക, പറ്റുന്നത്ര കമന്റ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്ത് അഭിപ്രായവും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അത്രയും ആളുകളിലേക്ക് വീഡിയോ എത്തും, അത്രയും പേര് അവെയർ ആയിട്ടിരിക്കും. പരീക്ഷയ്ക്ക് വേണ്ടി അവരെ കാര്യഗൗരവത്തോടെ ഇനിയുള്ള സമയം പഠിക്കും. അതുകൊണ്ട് പരമാവധി കമന്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കമന്റുകൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ചെയ്യുക. ഒരാൾ തന്നെ കമന്റ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഹൈപ്പിൽ ക്ലിക്ക് ചെയ്താൽ 160, 300 ഹൈപ്പുകൾ ചെയ്യാൻ പറ്റും. ആ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യുക. ഏതൊക്കെ മേഖലയിൽ വീഡിയോ റീച്ച് ആക്കാമോ അങ്ങനെയൊക്കെ റീച്ച് ആക്കാൻ ശ്രമിക്കാം, മറ്റുള്ളവരിലേക്ക് കൂടി എത്തട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ ടൈം സ്പാൻ. ഈ ടൈം സ്പാനിൽ എങ്ങനെ പഠിക്കാം മക്കളെ? നമ്മളൊരു 40 ദിവസമാണ് ടൈം എടുക്കാൻ പോകുന്നത്. നമുക്കറിയില്ല ഏത് ഫേസ് ആണ് എന്ന്. ഈ 40 ദിവസവും നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു റിവിഷൻ പ്ലാനോട് കൂടി വേണം പഠിച്ചു പോകാൻ. ഇത് റിവിഷൻ ആണ് ഇനിയുള്ള സമയത്ത് നടക്കേണ്ടത്. റിവിഷനകത്തിൽ ഉറപ്പായും നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ, ആ പഠിച്ച ടോപ്പിക്കുകളിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടോപ്പിക്കുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അവിടെ നമ്മളൊരു GK 50 ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ആ 50 ടോപ്പിക്കുകൾ ഏറ്റവും കൂടുതൽ തവണ 13 ഡിഗ്രി പ്രിലിംസിന് റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കുകളാണ്. ആ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇനിയുള്ള സമയം ഈ ടോപ്പിക്കുകൾ പഠിക്കുക. വെറുതെ കാട് കയറാതെ ഈ ടോപ്പിക്കുകൾക്ക് കൂടുതൽ എന്ത് ചെയ്യുക, പ്രയോറിറ്റി കൊടുക്കാം. 2, ടെസ്റ്റ് സീരീസ് നിങ്ങൾ പരമാവധി ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അവിടെ നമ്മുടെ ടെസ്റ്റ് സീരീസ് നമുക്കുണ്ട്. ആ ടെസ്റ്റ് സീരീസിനകത്തിൽ ഏതാണ്ട് 3300 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 3300 ചോദ്യങ്ങളുടെ പ്രത്യേകത അത്രയും തവണ, അത്രയും ചോദ്യങ്ങളിലൂടെ, അത്രയും ടൈം മാനേജ്മെന്റിലൂടെ നിങ്ങൾക്ക് ഇനി പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് 1300ഓളം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുമുണ്ട്. അങ്ങനെ ആകെ നോക്കുകയാണെങ്കിൽ 4600ഓളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയും MEM എന്ന് പറയുന്ന കാറ്റഗറി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. മക്കളെ, അവിടുന്ന് നിങ്ങൾക്ക് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. പരമാവധി മാർക്ക്. ഒരു കാരണവശാലും നിങ്ങൾ ഒരു 35-ൽ താഴോട്ടൊന്നും ചിന്തിക്കുകയോ ചെയ്യരുത്. ആ രീതിയിൽ നിങ്ങൾ MEM അങ്ങ് സെറ്റാക്കി പോയാൽ സംഭവിക്കുന്ന ഒരു ഗുണം ഇതാണ്. അത്രയും നിങ്ങൾ എന്ത് ചെയ്യും, അത്രയും നിങ്ങൾ ആ സബ്ജക്റ്റിനോട്, അത്രയും നിങ്ങൾ ആ ടോപ്പിക്കിനോട് അങ്ങ് ഇഴുകിച്ചേരാനായിട്ട് അത് കാരണമാകും. അതുകൊണ്ട് MEM എന്ന് പറയുന്ന സംഗതിയും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് MEM-ലാണ്, 2 റിവിഷനിലാണ്, അതിൽ 50 ടോപ്പിക്കുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, ടെസ്റ്റ് സീരീസിലാണ്. അപ്പൊ എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഗൈഡൻസ് നിങ്ങൾക്ക് എടുക്കാം. ഇനി 2ാം ഘട്ടമോ 3ാം ഘട്ടമോ എഴുതുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും സമയം കൂടുതലായിട്ട് ലഭിക്കും. അപ്പൊ അവർക്ക് അതനുസരിച്ച് ഇനിയുള്ള സമയം പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പം അത് അവരുടെ ഭാഗ്യമോ 1ാം ഘട്ടക്കാരുടെ നിർഭാഗ്യമോ ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ കാണാം. പക്ഷെ നല്ല രീതിയിലുള്ള സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. 3 ഘട്ടമായാലും കുഴപ്പമില്ല, പക്ഷെ ഒരു നല്ല സ്റ്റാൻഡർഡൈസേഷൻ, കുട്ടികളെ മാനിക്കുന്ന, അവരുടെ എഫോർട്ടിനെ മാനിക്കുന്ന ഒരു സ്റ്റാൻഡർഡൈസേഷൻ സിസ്റ്റം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. ഫസ്റ്റ് ഘട്ടക്കാർക്ക് എളുപ്പമോ പാടോ എന്തുമായിക്കോട്ടെ നിങ്ങൾ ഈ രീതിയിൽ തന്നെ പഠിക്കുക. നമ്മുടെ കില്ലർ 2.0 ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇന്നു മുതൽ അതിൽ ക്ലാസ്സുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് MEM-ന്റെ മുഴുവൻ ടോപ്പിക്കുകൾ അവിടെ കാണും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് പഠിക്കാം. 50 ടോപ്പിക്സ് അവിടെ കാണും. അതിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യേണ്ട ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്യാം. നോട്ട്സ് ഉണ്ട്. എക്സാംസ്, ഡെയിലി എക്സാമുകൾ, അതായത് ആ ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ട്. ഇത് കൂടാതെ 999 രൂപ ടെസ്റ്റ് പാക്ക് ഇതിൽ ആഡ് ആണ്. മെയിൻസ് ബാച്ചും ഇതിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട, മെയിൻസിന്റെ ബാച്ചും കിട്ടും. ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടും കൂടി ലഭിക്കും. 20% ഡിസ്കൗണ്ടും കൂടി ലഭിക്കും. അതായത് 3000 രൂപയാണ് ബാച്ചിന്റെ ഫീസ്. 3000 രൂപയിൽ 20% ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏതാണ്ട് 2400 രൂപയ്ക്ക് നിങ്ങൾക്ക് ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റിൽ ഒരു 10 സീറ്റ് കൂടി മാത്രമേ ഈ ഓഫറിൽ ഉണ്ടാകുകയുള്ളൂ. ആകെ 50 ആയിരുന്നു, അതിൽ 10 സീറ്റ് കൂടി മാത്രമേ ഓഫറിൽ ഉണ്ടാകുകയുള്ളൂ. അല്ലാത്തവർക്കുള്ള ഫുൾ പേയ്മെന്റിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ അവസരം വെറുതെ കളയണ്ട. ഇപ്പോഴെങ്കിലും നിങ്ങൾ തുടങ്ങേണ്ട സമയമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. റമദാൻ 20 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് 2400 രൂപയ്ക്ക് ആ ബാച്ച് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം. 10 സീറ്റേ ഉള്ളത്, കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് കയറി ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. 8281223366 നമ്പറിലേക്ക് വിളിക്കാം. അടിപൊളിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. 1ാം ഘട്ടക്കാരാകുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ് ഞാൻ പറയുകയാണ്. നിങ്ങളായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടോടുകൂടിയ പരീക്ഷ എഴുതാൻ പോകുന്നത്. പക്ഷെ അതിനെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട, അങ്ങനെയൊന്നും കാണണ്ട. സമാധാനമായി പഠിക്കുക. നിങ്ങൾക്ക് ഏറ്റവും നന്നായി പഠിച്ച കാര്യങ്ങൾ തന്നെ വരുമെന്ന് വിശ്വസിക്കുക.
ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, പഠിച്ചു തുടങ്ങാം. താങ്ക് യു സോ മച്ച്.